തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഒരു ദിവസം ഒരു സഹോദരൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയായിരുന്നു. അതാണെന്ന് തോന്നുന്നു ഈ അപകടം പറ്റിയത്. സ്നേഹമുള്ളവരെ, രാവിലെ എഴുന്നേറ്റപ്പം അവനെ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ നിന്ന് അമ്മച്ചിയോട് പറയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ അമ്മച്ചി തീർച്ചയായിട്ടും വഴക്ക് പറയായിരുന്നു. ചിലപ്പോൾ അടിയും കിട്ടിയിട്ടുണ്ട്. ഒരു നിമിഷം അവനെ ഓർത്തില്ല എന്നതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഒരിക്കലുമല്ല. അവൻ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നവനാണ്. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര തവണ നമ്മൾ അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊന്നും അർത്ഥമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മുടെ കൂദാശകൾ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു, ഒപ്പം തന്നെ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന ദൈവം നമ്മൾ ഒരു നിമിഷം അവനെ ഓർത്തില്ല എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുമെന്ന് പറയരുതേ. ഇത് നമ്മൾ അത്ര ചെറുതായിട്ട് നമ്മുടെ ദൈവത്തെ കാണാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. നമ്മുടെ ദൈവം വളരെ സ്നേഹമയായ ദൈവം. എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളോട് കരുതലുള്ളവനാണ്. അവനെപ്പോഴും നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നിമിഷത്തെ ചാഞ്ചല്യം കൊണ്ട് നമ്മുടെ നന്മയെ മുഴുവൻ കെടുത്തിക്കളയുന്ന ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം. എപ്പോഴും അവനിലേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും, അവനിൽ ശ്രദ്ധയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും, എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഓർക്കുക, ചെറിയ കാര്യങ്ങളിൽ നമ്മളെ ശിക്ഷിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് എല്ലാം സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.